വയനാട്ടിലെ പഞ്ചാരക്കൊല്ലിയിൽ പ്രിയദർശിനി എസ്റ്റേറ്റിനരികിൽ കടുവയെ കണ്ടതായിട്ടുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി ജോഷില പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ജോഷില ഒരിക്കൽ കൂടി ചേരുകയാണ്. ജോഷില, നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെയുള്ള നിരീക്ഷണം വളരെ ശക്തമാണ്. കഴിയുന്നതും ഇന്ന് തന്നെ കടുവയെ പിടികൂടാൻ കഴിയുമെന്നുള്ള വിശ്വാസം ദൗത്യസംഘത്തിനുണ്ട്. ഇപ്പോൾ നിലവിൽ ആ കടുവയെ കണ്ടുവെന്ന് നാട്ടുകാർ പറയുന്ന പ്രദേശത്ത് വലിയ തരത്തിലുള്ള തെരച്ചിൽ ഇപ്പോഴും നടത്തുകയാണ്. നേരത്തെ ഈ കടുവയെ മുകളിലേക്ക് കയറിപ്പോയ വനമേഖലയിൽ വളരെ നേരത്തെ മുമ്പേ തന്നെ ദൗത്യസംഘം നിലയുറപ്പിച്ചിട്ടുണ്ടാകണം. ഇപ്പോൾ എങ്ങനെയാണ് ഈ തെരച്ചിലിൻ്റെ രീതി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ജോഷില? സിജു, വനാതിർത്തിയിലും അതുപോലെ തന്നെ ജനവാസ മേഖലയുടെ അതിർത്തിയിലും എല്ലാം തന്നെ ഈ പ്ലാന്റേഷന്റെ അതിർത്തിയിലെല്ലാം തന്നെ നേരത്തെ തന്നെ വനപാലകർ നിലയുറപ്പിച്ചിരുന്നു. മാത്രമല്ല ഈ ജനവാസ മേഖലയിലേക്കും അതുപോലെ തന്നെ കാട്ടിലേക്കും വനത്തിലേക്കും കടുവ കയറിയാൽ അത് പിന്നീട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു സുരക്ഷാ സംവിധാനമായിരുന്നു ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്ലാന്റേഷനുള്ളിൽ തന്നെ കടുവയുണ്ട് എന്നുള്ളത് സ്ഥിരീകരണം ക്യാമറയിൽ പതിഞ്ഞ ചിത്രങ്ങളിൽ നിന്നും വനം വകുപ്പിന് വ്യക്തമായിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ്. എന്നാൽ കടുവയെ പിടികൂടുന്ന ഒരു സമയത്ത് 3 കൂടുകൾ കഴിഞ്ഞ ദിവസം തന്നെ സ്ഥാപിച്ചിരുന്നു. കടുവയെ പിടികൂടുന്ന സമയത്ത് ഇത് രാധയെ കൊന്ന കടുവയാണോ എന്നുള്ള കാര്യങ്ങളടക്കം ഉറപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വെറ്റിനറി ഡോക്ടർമാരുടെ സംഘത്തെ നിയോഗിച്ചത്. അരുൺ സക്കറിയ അടക്കമുള്ള വിദഗ്ധ സംഘമാണ്, വെറ്റിനറി സംഘമാണ് അല്പസമയം മുമ്പ് ഈ ദൗത്യത്തിനായി ഇറങ്ങിത്തിരിച്ചത്. കടുവയെ കാണുന്ന മാത്രയിൽ ഒന്നുകിൽ മയക്കുപിടി വെക്കും, അല്ലെങ്കിൽ അത് ആക്രമകാരിയാണ് എങ്കിൽ അതിൻ്റെ ഒരു ആ സമയത്തെ സ്ഥിരീകരണം സ്വഭാവം അനുസരിച്ച് വെടിവെച്ച് കൊല്ലാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടാണ് ഈ വെറ്റിനറി സംഘം അടക്കം ഇന്ന് ദൗത്യത്തിനായി പുറപ്പെട്ടത്. എന്തായാലും ഇപ്പോൾ നൗഫലിന്റെ വീടിനടുത്ത്, അതായത് ഞാൻ ഇപ്പോൾ ഉള്ളത് ബേസ് ക്യാമ്പിന് മുന്നിലാണ്. ബേസ് ക്യാമ്പിന് മുന്നിൽ ഇപ്പോൾ ജനങ്ങളെല്ലാം കൂടുതൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അവരെല്ലാം തന്നെ ആശങ്കകളോടെയാണ് നിലനിൽക്കുന്നത്, ഭയാശങ്കകളോടുകൂടിയാണ് നിലനിൽക്കുന്നത്. ഈ ദൗത്യസംഘത്തിന്റെ ഒരു പ്ലാൻ എന്താണ്? തെരച്ചിൽ എങ്ങനെ നടത്താനാണ് അവർ ഉദ്ദേശിക്കുന്നത്? ഇന്ന് രാത്രിയും തെരച്ചിൽ തുടരുമെന്ന് തന്നെയാണോ? കാരണം ഇപ്പോൾ ഒരു സ്ഥലത്ത് കടുവയെ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് കടുവ വനത്തിലേക്ക് കയറിയോ എന്നുള്ള കാര്യമാണ് ഇനി പരിശോധിക്കേണ്ടത്. നിലവിൽ രാത്രിയും പരിശോധന തുടരാനാണോ ദൗത്യസംഘത്തിന്റെ തീരുമാനം? തീർച്ചയായും കടുവയെ പിടികൂടുന്നത് വരെ തെരച്ചിൽ തുടരാൻ തന്നെയാണ് ദൗത്യസംഘം തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ കാടടക്കിയുള്ള ഒരു തിരച്ചിൽ സാധ്യമല്ല. കാരണം അത്തരത്തിൽ ഒരു തിരച്ചിൽ നടത്തുമ്പോൾ കടുവ ഈ ഒരു ലൊക്കേഷൻ വിട്ട് മറ്റൊരു ലൊക്കേഷനിലേക്ക് എത്തിച്ചേരും. അപ്പോൾ ഈ ക്രമീകരണങ്ങളെല്ലാം തന്നെ മറ്റൊരു ലൊക്കേഷനിലേക്ക് അതേ രീതിയിൽ തന്നെ ചെയ്യുക എന്നുള്ളത് ദൗത്യസംഘത്തെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ജോഷില ഈ കടുവയെ പിടികൂടുന്നതിനായി എന്തൊക്കെ സംവിധാനങ്ങളാണ്? നേരത്തെ ജോഷില പറഞ്ഞു 3 കൂടുകൾ സ്ഥാപിച്ചു. അതിന് പുറമെ എന്തൊക്കെ ക്രമീകരണങ്ങളാണ് അവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്? നിലവിൽ 6 അധികം ലൈവ് സ്ട്രീം ക്യാമറ സ്ഥാപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി ലൈവ് സ്ട്രീം ക്യാമറ, അതായത് നിലവിൽ 32 ക്യാമറകൾ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അത് കൂടാതെ 6 ക്യാമറകൾ കൂടി സ്ഥാപിച്ചിട്ടുണ്ട്. വീണ്ടും ലൈവ് സ്ട്രീം ക്യാമറകൾ സ്ഥാപിക്കും. ഇതൊക്കെ തന്നെ സെൻസറിംഗ് പവർ ഉള്ളതാണ്. കടുവ എവിടെ ഉണ്ടായാലും കടുവയുടെ അനക്കം പോലും ഇവിടെ ഇരുന്നു കൊണ്ട്, ബേസ് ക്യാമ്പിൽ ഇരുന്നു കൊണ്ട് നിരീക്ഷിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള ക്രമീകരണമാണ് നടത്തിയിട്ടുള്ളത്. അതുമാത്രമല്ല, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കാടടച്ചുള്ള ഒരു തിരച്ചിൽ അത് സാധ്യമല്ല. കാരണം കടുവ ലൊക്കേഷൻ മാറിപ്പോയാൽ അത് വലിയ പ്രശ്നമാകും. ചിലപ്പോൾ ജനവാസ മേഖലയിലേക്ക് കയറുക എന്നുള്ളത് ഇപ്പോൾ ജനവാസ മേഖലയിൽ കണ്ടു എന്ന് ആളുകൾ പറയുന്ന ഒരു സാഹചര്യത്തിൽ എന്തായാലും ഇപ്പോൾ ആ ഒരു മേഖല കേന്ദ്രീകരിച്ച് ഇന്ന് രാത്രി പരിശോധന നടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചുള്ളത്. 3 കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ 3 കൂടുകൾ ഏതിലെങ്കിലും ഒന്നിൽ കടുവ പെടുകയാണെങ്കിൽ അത് ഇന്ന് രാത്രിയോടുകൂടി അത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സംബന്ധിച്ചിടത്തോളം ഉണ്ട്.